Chapter 1 Set. A set is a well-defined collection of distinct objects. കൃത്യമായി നിർവചിക്കപ്പെട്ട വ്യത്യസ്ത അംഗങ്ങളുള്ള ഒരു കൂട്ടത്തിനെയാണ് സെറ്റ് അഥവാ ഗണം എന്ന് പറയുന്നത്. കൃത്യമായി നിർവചിക്കപ്പെട്ട വ്യത്യസ്ത അംഗങ്ങളുള്ള ഒരു കൂട്ടത്തിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. A set is a well-defined collection of distinct objects. ഈ സെറ്റിന്റെ ഡെഫിനിഷനിൽ ഈ വെൽ ഡിഫൈൻഡ് എന്നുള്ള വാക്കും അതുപോലെ ഡിസ്റ്റിങ്ക്ട് എന്നുള്ള വാക്കും പ്രധാനപ്പെട്ടതാണ്. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിലെ അംഗമാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയണം. അതുപോലെ ആ കൂട്ടത്തില് വ്യത്യസ്ത അംഗങ്ങളുമായിരിക്കണം ഉണ്ടായിരിക്കുക. സെറ്റിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. A set is a well-defined collection of distinct objects. സെറ്റിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണം, ഇവയൊക്കെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. സെറ്റിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി. A set is a well-defined collection of distinct objects. കൃത്യമായി നിർവചിക്കപ്പെട്ട വ്യത്യസ്ത അംഗങ്ങളുള്ള കൂട്ടത്തിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. A set may be denoted by placing its objects separated by commas between a pair of curly brackets. ഒരു സെറ്റിലെ അംഗങ്ങളെ എഴുതുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ സെറ്റിലെ അംഗങ്ങളെ കോമ ഉപയോഗിച്ച് വേർതിരിച്ച് എഴുതണം. അതിനൊരു ഉദാഹരണം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യകൾ. ഏതൊക്കെയാ എണ്ണൽ സംഖ്യകൾ? 1, 2, 3, 4, 5, 6 അങ്ങനെയുള്ള സംഖ്യകൾ. അപ്പൊ അത് സെറ്റായിട്ട് എഴുതുമ്പോൾ എന്റെ കേളി ബ്രാക്കറ്റിനുള്ളിൽ ആ സംഖ്യകളെ കോമ ഉപയോഗിച്ച് വേർതിരിച്ചെഴുതിയിരിക്കുകയാണ്. ഇത് വായിക്കുന്നത് സെറ്റ് 1, 2, 3 എക്സെട്ര എന്നാണ്. നമ്മള് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം തന്നെ ഈ സെറ്റിനകത്ത് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നില്ല. 1, 2, 3 എന്നുള്ള സംഖ്യകൾ എഴുതിയിട്ട് കോമയിട്ട് കുറെ കുത്തുകൾ ഇട്ടിട്ടുണ്ട്. ഈ കുത്തുകളുടെ അർത്ഥം ഈ സെറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്നാണ്. അതായത് അതിന്റെ അവസാനം നമ്മൾ എഴുതുന്നില്ല. എന്തെങ്കിലും നാച്ചുറൽ നമ്പേഴ്സിന്റെ അവസാനം കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അതിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുത്തിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ സെറ്റിലെ എലിമെന്റ്സ് എങ്ങനെയാണ് എഴുതുന്നത്? കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ അംഗങ്ങളെ കോമയിട്ട് വേർതിരിച്ചാണ് എഴുതുന്നത്. അതാണ് ഈ പറഞ്ഞു തന്നത്. A set may be denoted by placing its objects separated by commas between a pair of curly brackets. അടുത്തത്, set can also be denoted using capital letters, capital A, B, C, etc. സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ സെറ്റിന്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടാണ് എഴുതുന്നത്. അടുത്തത്, മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ കോൾഡ് എലിമെന്റ്സ്. സെറ്റിലെ അംഗങ്ങളെ പറയുന്ന പേരാണ് എലിമെന്റ്സ്. ദ എലിമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ റെപ്രസെന്റഡ് യൂസിംഗ് സ്മോൾ ലെറ്റേഴ്സ് എ, ബി, സി എക്സെട്ര. അംഗങ്ങളെ, സെറ്റിലെ അംഗങ്ങളെ സ്മോൾ ലെറ്റർ എ, ബി, സി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റിന്റെ പേരിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചും സെറ്റിലെ അംഗങ്ങളെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യും. If A is an element of a set A, it is denoted as A element of A.
ഈ സിമ്പൽ കണ്ടോ, ഇത് ഗ്രീക്ക് ലെറ്റർ ആണ്, എപ്സിലോൺ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ എപ്സിലോൺ എ എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വായിക്കേണ്ടുന്നത് is read as is an element of A is an element of A എന്നാണ്. ഇതിന്റെ അർത്ഥം സെറ്റ് എയിലെ അംഗമാണ് സ്മോൾ എ. A is an element of A. അതുപോലെ എപ്സിലോൺ എന്നുള്ള സിമ്പല് കട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം A is not an element of A എന്നാണ്. എപ്സിലോൺ കട്ട് ചെയ്ത് എഴുതുന്ന സിമ്പലിനെ എങ്ങനെ വായിക്കുന്നത്? ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ്. ഇതിന്റെ അർത്ഥം എ ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. ഇതിന്റെ അർത്ഥം സെറ്റ് എയിലെ അംഗമല്ല സ്മോൾ എ. അപ്പൊ ഈ രണ്ട് സിമ്പിൾസ് ഓർത്തിരിക്കണം. ഈ എപ്സിലോൺ എന്നുള്ള സിമ്പല് ഇസ് ആൻ എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എന്നും പറയാറുണ്ട്. എപ്സിലോൺ കട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന സിമ്പലിനെ നമ്മൾ ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്നാണ് വായിക്കുക. അപ്പൊ ഇത്രയാണ് ഒരു സെറ്റിനെ സംബന്ധിച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് സെറ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്: സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 അങ്ങനെ പോകും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ N. ഇത് നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ്. ഇത് ഓർമ്മ വേണം. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇത് ആവശ്യമായിട്ട് വരും. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാപിറ്റൽ N യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റിലെ അംഗങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3 എക്സെട്ര. ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനകത്ത് സീറോയും കൂടെ ഉൾപ്പെടുത്തിയാൽ, ഈ സെറ്റ് നോക്കിയാൽ നമുക്ക് അറിയാം അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് ഏതാ? സീറോ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനകത്ത് സീറോയും കൂടെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് കിട്ടും. ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ W ആണ്. അടുത്ത സെറ്റ്, ഈ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിനകത്ത് നെഗറ്റീവ് സംഖ്യകളും കൂടെ ഉൾപ്പെടുത്തിയാൽ, അതായത് -1, -2, -3, -4 അങ്ങനെ ലെഫ്റ്റിലേക്ക്, അതുപോലെ 0, 1, 2, 3, 4 എക്സെട്ര റൈറ്റിലേക്ക്. ഈ സംഖ്യകളിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. ഹോൾ നമ്പേഴ്സിന്റെ കൂടെ ഏത് സംഖ്യകളും കൂടെ ഉൾപ്പെടുത്തി? നെഗറ്റീവ് സംഖ്യകളും കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് കിട്ടി. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ I വെച്ചല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ഓർത്തിരിക്കണം. ക്യാപിറ്റൽ Z വെച്ചാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സെറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ റെപ്രസെന്റേഷൻ ഓർത്തിരിക്കണം. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ Z ആണ്. അതുപോലെ സെറ്റ് ഓർത്തിരിക്കുക. നെഗറ്റീവ് സംഖ്യകളും സീറോയും പോസിറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്നതാണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. ഈ സെറ്റിൽ തന്നെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നുള്ളതിനെ Z+ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഏതൊക്കെയാ? 1, 2, 3, 4 അങ്ങനെയുള്ള സംഖ്യകളെയാണ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അതിനെ Z+ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നെഗറ്റീവ് സംഖ്യകൾ, അതായത് -1, -2, -3 അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അതിനെ Z- എന്ന് റെപ്രസെന്റ് ചെയ്യും. അടുത്തത് സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ഇരട്ട സംഖ്യകൾ, അതായത് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 0യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0, 2, 4, 6, 8 എക്സെട്ര. അതുപോലെ -2, -4, -6 എക്സെട്ര. അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ സെറ്റ് അതിന് പ്രത്യേകിച്ച് അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറില്ല, അത് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. അതുപോലെ നെഗറ്റീവ് സംഖ്യകൾ -1, -3, -5, -7 അങ്ങനെയുള്ളത്. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ നമ്മൾ പറയും. അടുത്ത ഒരു പ്രധാനപ്പെട്ട സെറ്റാണ് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ആ സംഖ്യയും 1 മാത്രം വരുന്ന സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1 ആ സംഖ്യയും മാത്രം. ഉദാഹരണത്തിന് 2 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 2ഉം മാത്രമാണ്. വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ 2ന്? ഇല്ല. അപ്പൊ 2 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അതേപോലെ 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. കാരണം എന്താ? 3യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3യേ ഉള്ളൂ. 5 എടുത്താലും അതുപോലെ തന്നെ 5യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 5ഉം ആണ്. അപ്പോൾ ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സ്? 2, 3, 5, 7, 11, 13, 17. അടുത്ത ഏതാ? 19 അങ്ങനെ പോകും. അപ്പൊ ഇതില്
ഈ സംഖ്യകൾ പ്രൈം നമ്പേഴ്സിലെ സംഖ്യകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 എന്നുള്ള സംഖ്യ മാത്രമേ ഉള്ളൂ ഈവൻ അല്ലേ? ബാക്കി എല്ലാ ഓഡ് നമ്പർ അല്ലേ? 3 ഓഡാണ്, 5 ഓഡാണ്, 7, 11, 13, 17 ബാക്കിയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡാണ്. അപ്പോ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, ഏതാണ്? 2 ആണ്. അതുപോലെ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. ആ പോയിന്റ്സ് കൂടെ ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ പ്രൈം നമ്പറിന്റെ ഡെഫിനിഷനും തന്നിട്ടുണ്ട്. A prime number is a natural number that has exactly 2 factors, 1 and itself. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറും മാത്രമാണെങ്കിൽ ആ നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 3 is prime as its factors are only 1 and 3. 3 പ്രൈം ആണ്. കാരണം എന്താ? 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3യും മാത്രമേ ഉള്ളൂ. 4 is not prime since it has a factor 2 other than 1 and 4. 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 4ന് 1ഉം 4ഉം അല്ലാതെ മറ്റൊരു ഫാക്ടർ 2 ഉണ്ട്. പ്രൈം നമ്പർ ആണെങ്കിൽ 2 ഫാക്ടേഴ്സേ കാണുള്ളൂ. ഏതൊക്കെയാ? ആ നമ്പറും 1ഉം മാത്രം. ഇവിടെ 1ഉം 4ഉം അല്ലാതെ 2 എന്നൊരു ഫാക്ടർ 4നുണ്ട്. അതുകൊണ്ട് 4 എന്താകില്ല? പ്രൈം നമ്പർ ആകില്ല. 2 is the least prime number. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2 is the only even prime number. അതുപോലെ ഈ പ്രൈം നമ്പേഴ്സിലെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം അത്. അടുത്തത് 1 is not a prime number. 1 എന്ന് പറയുന്ന പ്രൈം ആണോ? അല്ല. കാരണം എന്താ? ഒരു പ്രൈം നമ്പർ ആകണമെങ്കിൽ ആ നമ്പറിന് 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. എക്സാക്ട്ലി 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം. 1ന് ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, 1. 1ന് 2 ഫാക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് 1 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അതിന് കോമ്പോസിറ്റ് നമ്പേഴ്സിന്റെ കൂട്ടത്തിലാണ് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുമാണത്. അപ്പൊ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? 2 ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? 2 ആണ്. ഓർത്തിരിക്കുക അത്. അടുത്തത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ്. സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം p by q where p and q are integers and q is not equal to 0. ഇത് റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ആണ്. അതായത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത് 1/2, -2/3, -9/8, 1/5, 3/6 ആ രീതിയിൽ എഴുതുന്ന സംഖ്യകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. p by q എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ ഡിനോമിനേറ്റർ ആയ q എന്ന് പറയുന്നത് 0 ആകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഡിനോമിനേറ്റർ 0 വരരുത്, q 0 വരരുത് എന്ന് പറയുന്നത്? ഒരു ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ 0 ആയാൽ അത് അൺഡിഫൈൻഡ് ആണ്. റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം p by q where p and q are integers. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 0യും പോസിറ്റീവ് സംഖ്യകളും അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സും നെഗറ്റീവ് സംഖ്യകളും ഉൾപ്പെടുന്നതാണ് ഇന്റിജേഴ്സ്. അപ്പൊ ഫ്രാക്ഷൻസിനകത്ത് ന്യൂമറേറ്റർ നെഗറ്റീവ് സംഖ്യ, ന്യൂമറേറ്ററോ ഡിനോമിനേറ്ററോ നെഗറ്റീവ് സംഖ്യകൾ വരാം. അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇന്റിജേഴ്സ് ആയിരിക്കണം. കൂടാതെ ഡിനോമിനേറ്റർ 0 ആകാനും പാടില്ല. അപ്പൊ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ Q ആണ്. അത് ഓർത്തിരിക്കുക. അടുത്തത് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം √2, √3, √7, പൈ, ഇ ഇങ്ങനെയുള്ള സംഖ്യകളൊന്നും റാഷണൽ നമ്പേഴ്സ് അല്ല. അവയൊക്കെ ഇറാഷണൽ ആണ്. അതായത് ഫ്രാക്ഷൻ ഫോമിൽ 1.2, 1.3 ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഡെസിമലിന് തുല്യമാണെന്ന് അറിയാമല്ലോ. 1/2 എന്ന് പറയുന്നതിന്റെ തുല്യം 0.5 ആണ്, 0.5. അപ്പൊ അവിടെ ആ ഡെസിമൽ നിൽക്കുന്നുണ്ട്, നമ്പർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സംഖ്യകളുണ്ട്. അതിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പൈ ഇറാഷണൽ ആണ്. നമ്മൾ പൈയുടെ അപ്രോക്സിമേഷൻ 3.14 എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വില എന്ന് പറയുന്നത് 3.1417 അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു നമ്പറാണ് പൈ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ √2, √3, √7 ഇവയൊക്കെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇറാഷണൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ Q*. ഇത് ഓർത്തിരിക്കണം. റാഷണൽ നമ്പേഴ്സ് ക്യാപിറ്റൽ Q ആണ്, ഇറാഷണൽ നമ്പേഴ്സ് Q* ആണ്.
ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേർന്ന് ഉള്ള സെറ്റാണ് സെറ്റ് ഓഫ് റിയൽസ് എന്ന് പറയുന്നത്.